ഞാൻ ശബ്ദം കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് ആളിറങ്ങി അവിടെ നിൽക്കുന്നവരെ പുറത്തേക്കാക്കി. ഡോറ് ക്ലോസ് ചെയ്യും. ബഹളവും കേൾക്കില്ല. അവിടെ ഒന്നും മിണ്ടായിരിക്കാനും പറയണേ. നാളെ സത്യപ്രതിജ്ഞയാണ് രാവിലെ 10 മണിക്ക്. മുഖ്യമന്ത്രിയോടൊപ്പം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF-ൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞയാണ്. ലീഗ് മന്ത്രിമാരുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരോട് നിങ്ങൾക്കറിയാം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അതിൽ 63 MLA-മാർ കോൺഗ്രസിനുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് 11 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. വളരെ അടുത്ത സഹപ്രവർത്തകരാണ് പുറത്ത് നിൽക്കുന്ന പലരും, ഇതിൽ പെടാത്ത പലരും. പക്ഷെ പല മാനദണ്ഡങ്ങൾ വെച്ച് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ ഉള്ള ചില പരിമിതികൾ, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ, മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം അതെല്ലാം പരിശോധിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചിച്ചു. AICCയുടെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് 5 മണിക്ക് ശേഷം ഗവർണർക്ക് ഈ ലിസ്റ്റ് സമർപ്പിച്ചത്.